السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. وإليك حبي يا رسول الله من عند ذي العاص صلاة الله معها تحيته سلام الله إجلال كذرك عشقا تفخيما صلوا عليه وسلموا تسليما. മണിമുത്തുഗേഹം കണ്ണടച്ചു മണ്ണതിൽ അതിനാലെ ആശിക്കിൻ മോഹമാണു മദീനയിൽ വന്നില്ല നബിയെ കാത്തു ഞാൻ പലരാവിലും വിളി കേൾക്കു നബിയെ കാത്തിരിപ്പൊരു പാപിയും. സർവാദര ബഹുമതികൾക്കുടയവർ, പണ്ഡിത ശ്രേഷ്ഠർ, മറ്റു വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ റഹ്മത്ത് പിറവി കൊണ്ട പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വസന്തത്തിലാണ് നാം എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. നാഥൻ ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാഥൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഒരു വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കെല്ലാവർക്കും പ്രണയമാണോ, പ്രണയമുണ്ടോ എന്ന വിഷയത്തിൽ വലിയ തർക്കം നടക്കേണ്ട വിഷയമാണ്. കാരണം എന്തേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏതേത് വിഷയത്തിലും പുന്നാര നബിയെ തുടരേണ്ടതാ, ഏതേത് വിഷയത്തിലും പുന്നാര നബിയോട് ആ മാതൃക പിൻപറ്റേണ്ടതാ. ആ പുന്നാര നബിയോടുള്ള പ്രണയം എത്ര കണ്ടുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നമ്മൾ മാല ബൾബുകൾ തൂക്കി ശരിയാ, റാലികൾ നടത്തി ശരിയാ, മൗലീദ് പാരായണം ചെയ്തു ശരിയാ, മധുരപാനീയങ്ങൾ വിതരണം ചെയ്തു ശരിയാ. ഇങ്ങനെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയമുണ്ട് എന്ന് മനസ്സിന്റെ മുകളിൽ കൈവച്ച് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്തേ? 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ യുഗത്തില് 21-ാം നൂറ്റാണ്ടിലെ ഈ പുതിയ കാലത്ത് ആധുനികതയുടെ പുതിയ തലമുറക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക സമൂഹമാണെന്നുള്ള നെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു വരുമ്പോ അവിടെയാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വന്നു. ഇവിടെ മാലബൾബുകൾ തൂക്കി നബിയുടെ മദ്ഹ് പറഞ്ഞു, മദ്ഹുകൾ പാടി നടന്നു. പക്ഷേ ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിച്ചിട്ടില്ല. കാരണം നബി തങ്ങളെ സ്നേഹിക്കുന്ന ഒരുത്തനിക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. പുന്നാര നബിയെ സ്നേഹിച്ച ഒരുത്തനിക്ക് ഹറാം കാണാൻ സാധ്യമല്ല. ഹറാമിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്തേ? അവന്റെ കൽബകത്ത് പുന്നാര നബി ഇരിപ്പുണ്ട്. പുന്നാര നബി ഇരിക്കുന്ന ഭാഗത്ത് ഹറാമ് വരൂല, തെറ്റ് സംഭവിക്കൂല. ഏതേത് മേഖലയിലും നന്മ മാത്രമേ കടന്നു വരൂ. എന്നാൽ മുസ്ലിമീങ്ങളായ നമ്മൾ ചിന്തിക്കണം, ഹറാമ് മാത്രം കണ്ടുകൊണ്ട്, ഹറാമ് പറഞ്ഞുകൊണ്ട്, എല്ലാ നിലക്കും ഹറാമ് ചിന്തിച്ചുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തില്ലാത്ത ഖൽബുമായി നടക്കുന്നുണ്ട്. ആ ചിന്താഗതി മാറ്റണം മുഅ്മിനീങ്ങളെ. പുന്നാര നബിയെ സ്നേഹിക്കണം.
എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിക്കേണ്ടത്? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കല് ഇത്തിബാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി തങ്ങളെ പിന്തുടരല. അവിടുത്തെ നടത്തം പോലെ, അവിടുത്തെ ഇരുത്തം പോലെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നതുപോലെ, മഹാനായ ഉസ്മാൻ തങ്ങൾ കാണിച്ചു വന്നതുപോലെ, അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും കാണിച്ചു തന്നതുപോലെ, അവിടുന്ന് പിൻപറ്റി താബിഈങ്ങൾ കാണിച്ചു തന്നതുപോലെ, അവിടുന്ന് പിൻപറ്റി താബിഉകൾ കാണിച്ചതുപോലെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരേണ്ടതുണ്ട്. ആ ജീവിതം പകർത്തേണ്ടതുണ്ട്. മുത്തായ തങ്ങളെ സ്നേഹിക്കണം മുഅ്മിനീങ്ങളെ. മുത്തായ തങ്ങളോട് വല്ലാത്ത രീതിയിൽ അനുരാഗത്തിന്റെ അലമാലകൾ തല്ലിയൊഴുക്കേണ്ടതുണ്ട്. 14ന്റെ പൗർണമിയിലെ ചന്ദ്രൻ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ആ പ്രകാശപൂരിതമായ മുഖമൊന്ന് കാണേണ്ടതുണ്ട്. അതെങ്ങനെയാ കാണുക? സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഒരുപാട് സ്വലാത്ത് അധികരിപ്പിക്കല, നബി തങ്ങളെ പേരിലേക്ക് സ്വലാത്ത് ചൊല്ലല. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒടുക്കം ഒരു ദിവസം വുളു എടുത്ത് കിടന്നുറങ്ങുമ്പോ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു, തട്ടിയുണർത്തുന്നു. എന്തൊരാനന്ദമാണ്, എന്തൊരാവേശമാണ്. പുന്നാര നബി തങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പുന്നാര നബി തങ്ങളെ കാണുമ്പോ വല്ലാത്ത ഒരു കുളിർമയാണല്ലോ. കാരണം നബി തങ്ങളെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ പുന്നാര നബി തങ്ങളെ വർണ്ണിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മു മഅബദ് ബീവി പറഞ്ഞതുപോലെ ഒരാളും ഒറ്റ ശ്വാസത്തിൽ പുന്നാര നബിയെ വർണ്ണിച്ചിട്ടില്ല. അതെങ്ങനെയാ വർണ്ണിച്ചത്? അസജുൽ ഹാജിബൈൻ സഹുലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ وإذا صمت فعليه الوقار وإذا طلعت تقول هذا البدر المنير. പുന്നാര നബി തങ്ങളെ വർണ്ണിച്ചതാ. എന്താ പറഞ്ഞത്? അസജുൽ ഹാജിബൈൻ. പുന്നാര നബി തങ്ങളെ പിരുകം വലിയ കട്ടിയുള്ള പിരുകമാ. അക്ഹലുൽ ഐനൈൻ. നല്ല സുറുമയിട്ടതുപോലെ തോന്നിക്കുന്ന കണ്ണുകളാ. സഹുലുൽ ഖദ്ദൈൻ. മാർദ്ദവമുള്ള കവിൾത്തടങ്ങളാ. ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രൗഢിയുള്ള പ്രഭാഷണമാ, പ്രൗഢിയുള്ള സംസാരമാ. വഇദാ സമത ഫഅലൈഹിൽ വഖാർ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മൗനത്തിന് പോലും വലിയ ഭംഗിയാ. വഇദാ ത്വലഅത ഖൂലു ഹാദൽ ബദറുൽ മുനീർ. പുന്നാര നബി തങ്ങൾ കടന്നു വരുമ്പോ അവിടെ പരിശുദ്ധമായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ 14ാം രാവിന്റെ പൗർണമി പൂർണ്ണ ചന്ദ്രക്കല പോലെയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അതല്ലേ കവികൾ പാടിയത്? നൂറ് കെ നൂറ് ഹേ തേരാ കൗസ് കെ ഗൗസ് നസീബാ തേരാ. പുന്നാര പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും 23 വർഷത്തെ പ്രബോധനം കൊണ്ട് ലോകത്തിന്റെ അധാർമിക സമൂഹ വ്യവസ്ഥയെ കടപുഴക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അധാർമികതയിൽ നിന്നും ധാർമ്മികതയുടെ പുതിയ ലോകത്തേക്ക് മനുഷ്യ മനസ്സിന്റെ കൈകൾ പിടിച്ചു വന്ന മാനവികതയുടെ മനതലങ്ങള് മദീനയാകുന്ന മലർവാടിയിലേക്ക് മാടി മാടി വിളിച്ച മധുര പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഭംഗിയുള്ള മുഖമൊന്ന് കാണണം. അതിനൊരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ എല്ലാത്തിനും വിരാമമെന്ന രീതിയിൽ ഒരിക്കൽ ഹബീബ് മനസ്സിൽ വരും, ഹബീബ് ഉറക്കത്തിൽ മനാമിൽ വരും. അങ്ങനെ ഒരു ദിവസം പുണ്യനബിയെ കണ്ടാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിനെന്ത് ഭംഗിയാ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിനെന്ത് ആസ്വാദനമാ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങളെ ജീവിതത്തിൽ കാണാൻ നമുക്ക് സാധിച്ചില്ല. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ സംസാരം കേൾക്കാൻ ഞങ്ങൾ ആ കാലഘട്ടത്തുണ്ടായില്ല. പുന്നാര നബിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഈ മനാമിലെങ്കിലും പുണ്യ നബിയെ ഒന്ന് കൊണ്ടുവരണേ അല്ലാ. അതിനീ സദസ്സ് നീ ഒരു കാരണമാക്കണേ അല്ലാ. പുന്നാര നബിയോട് കൂടുതൽ ഇഷ്കുള്ളവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഏതേത് മേഖലകളിലും പുന്നാര നബിയെ തുടരാനുള്ള ആ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിയെ കുറിച്ച് പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എൻ്റെ ഭാഷണത്തിന് വിരാമം കുറിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.